മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 20ഉം 21ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. അന്ന് സബദിപുത്രന്മാരുടെ അമ്മ പുത്രന്മാരുമായി അവന്റെ അടുക്കൽ വന്ന് നമസ്കരിച്ച് അവനോട് ഒരു അപേക്ഷ കഴിച്ചു. നിനക്ക് എന്തു വേണമെന്ന് അവൻ അവളോട് ചോദിച്ചു. അവൾ അവനോട്, എന്റെ പുത്രന്മാർ ഇരുവരും നിന്റെ രാജ്യത്തിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ നിന്റെ ഇടത്തും ഇരിപ്പാൻ അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞു. അതിന് ഉത്തരമായി യേശു, നിങ്ങൾ യാചിക്കുന്നത് ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. കഴിയുമെന്ന് അവർ പറഞ്ഞു. അവൻ അവരോട്, എന്റെ പാനപാത്രം നിങ്ങൾ കുടിക്കും നിശ്ചയമെങ്കിലും എന്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരന് നൽകുന്നത് എന്റേതല്ല, എന്റെ പിതാവ് ആർക്ക് ഒരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു. ശേഷം 10 പേർ അത് കേട്ടിട്ട് ആ 2 സഹോദരന്മാരോട് നീരസപ്പെട്ടു. എല്ലാവർക്കും ആഗ്രഹമുണ്ട്, ഒരാൾ ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ, ഇല്ലേ? ശേഷം സഹോദരന്മാർ എന്ത് ചെയ്തു? നീരസപ്പെട്ടു. വല്ലോനെ നന്നാകുന്നത് കാണുമ്പോൾ നീരസപ്പെടുന്നതും ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്. ഈ ധനമോഹം എന്നൊക്കെ പറയുന്നത് ധനികൾക്ക് മാത്രമൊന്നുമല്ല, ദരിദ്രന്മാർക്കും ഉണ്ട്. ധനികനായ യുവാവ് യേശുവിന്റെ അടുക്കൽ വന്നു. യേശു അവനോട് പറഞ്ഞു കഴിഞ്ഞ സംഭവിച്ചത്, അവൻ വളരെ സമ്പത്തുള്ളവനാകയാൽ അവന് ദുഃഖിതനായി മടങ്ങിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ പത്രോസ് വന്ന് ചോദിക്കുക, കർത്താവേ, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ച് ഞങ്ങൾക്ക് എന്തോ കിട്ടുമെന്ന്. 2 പേരുടെയും മനസ്സിൽ എന്തോ ഉണ്ട്? ധനമോഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് പാവപ്പെട്ടവന് ധനമോഹം ഉണ്ടാകത്തില്ലെന്നൊന്നും അർത്ഥമില്ല. ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കാൻ കസേര ചോദിച്ച സഹോദരങ്ങളുണ്ട്. കസേര ചോദിച്ചില്ലെങ്കിലും ആ കസേര ഇവർക്ക് കിട്ടുന്നത് സഹിക്കാൻ പറ്റാത്ത സഹോദരങ്ങളും ഉണ്ട്. അപ്പൊ എല്ലാവരും കസേരമോഹികളാ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? യേശു അവരെ അടുക്കൽ വിളിച്ച്, ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നുവെന്നും മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നുവെന്നും നിങ്ങൾ അറിയുന്നു. നിങ്ങളിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ. നോക്ക്, ഇവിടെ കർത്താവ് പറയുന്ന കാര്യം ഇതാണ്. നിങ്ങളുടെ ഇടയിൽ, ജാതികളുടെ ഇടയിൽ അങ്ങനെയാണ്, ലോകത്തിൽ അങ്ങനെയാണ്. ലോകത്തിൽ കസേരയ്ക്ക് മാന്യതയുണ്ട്, കസേരയുള്ളവനാണ് വലിയ ആള്. പക്ഷേ ദൈവസഭയിൽ അങ്ങനെയാകാൻ പാടില്ല. ഞാനല്ല പറഞ്ഞത്, കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത്. അതായത് യേശു അവരെ അടുത്ത് വിളിച്ചു, ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു എന്നും. ലോർഡ്ഷിപ്പ്, കർത്തൃത്വം, അത് ചെയ്യടാ, ഇത് ചെയ്യടാ. കൽപ്പനകളുടെ ഒരു ലോകമാണ്. കൽപ്പനകൾ കൽപ്പിക്കുന്നവൻ വലിയ ആളും അനുസരിക്കുന്നവൻ ചെറിയവരുമാണ് ലോകത്തിലെല്ലായിടത്തും, ഇല്ലേ? നമ്മുടെ ഓഫീസിലാണെങ്കിലും കൽപ്പന തരുന്ന ആള് വലിയ ആളും അനുസരിക്കുന്ന ആള് ചെറിയ ആളുമാണ്. ലോകത്തിലെല്ലായിടത്തും അങ്ങനെയാണ്. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത്. ലോകത്തിൽ അങ്ങനെ എത്ര സമത്വം പ്രസംഗിക്കുന്ന എനിക്ക് ഒത്തിരി കമ്മ്യൂണിസ്റ്റുകാർ എന്റെ ഫ്രണ്ട്സ് ഒത്തിരി ഉണ്ട്. അപ്പൊ ഞാനിപ്പോൾ ഒരു ഉദാഹരണം, എന്റെ കൂടെ പഠിച്ച പിള്ളേരൊക്കെ പലരും പാർട്ടി സെക്രട്ടറിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പാർട്ടി സെക്രട്ടറിയുടെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ സെക്രട്ടറി എനിക്ക് കസേര ഇരിക്കും, സാധിച്ചു എത്ര നാളായി കണ്ടിട്ട്. അപ്പൊ അവിടെ ആ മൂലയ്ക്ക് ഏതെങ്കിലും ഒരു ചെറുക്കൻ ദേശാഭിമാനി വായിച്ചിരിക്കാന്ന് വെച്ചു. അയാൾ പറയും, രണ്ട് ചായ വാങ്ങിച്ചോളൂ എന്ന്. അപ്പൊ അവന് പത്രമൊക്കെ മടക്കി വെച്ചിട്ട് പെരിയെ താഴെ പോയി 2 ചായയും കൊണ്ട് എനിക്ക് ചായ കൊണ്ട് തന്നാൽ ഓർഡർ കൊടുത്ത സെക്രട്ടറി ആണോ വലുത്, അതോ ചായ കൊണ്ടുവന്ന ചെറുക്കനാണോ വലുത്? ഓർഡർ കൊടുത്ത സെക്രട്ടറി ആണോ വലുത്. പക്ഷേ ദൈവസഭയിൽ ചായ കൊണ്ടുവന്ന ചെറുക്കനാ വലുത്. ആമേൻ പറയാമോ? ഹല്ലേലൂയ. അതാണ് കർത്താവ് പറഞ്ഞത്. എന്ത്? ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു എന്നും മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്നും നിങ്ങൾ അറിയുന്നു. നിങ്ങളിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസൻ ആകണം. ദാസൻ ക്രിസ്തീയ ജീവിതത്തിലെ ഒരു പ്രത്യേക പദവിയാണ് സെർവൻഹുഡ് എന്ന് പറയുന്നത്. ഞാൻ പലപ്പോഴും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 3 കാര്യങ്ങളാണ് പ്രധാനമായും ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ടതായ കാര്യം. 1 ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വം. 2 സ്റ്റിവാർഡ്ഷിപ്പ്, കാര്യവിചാരകത്വം. 3 ദാസ്യത്വം, പാർട്ട്ണർഷിപ്പ്. 4മതൊന്ന് പറഞ്ഞാൽ പങ്കാളിത്തം, പാർട്ണർഷിപ്പ്. ആ പാർട്ണർഷിപ്പിലേക്ക് കടക്കണമെങ്കിൽ ഈ ബാക്കിയുള്ള 3 സ്റ്റെപ്പ് കയറിയിട്ട് വേണം പാർട്ണർഷിപ്പിലേക്ക് കിടക്കാൻ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ശിഷ്യത്വം, കാര്യവിചാരകത്വം, ദാസ്യത്വം, പങ്കാളിത്തം. അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ സ്റ്റേജസ് എന്ന് പറയുന്നത്. പങ്കാളിത്തത്തിൽ നിന്ന് താഴേക്കല്ല, താഴേന്ന് കയറിയാണ് മുകളിലോട്ട് പോകുന്നത്. അതിനകത്ത് ദാസ്യാനുഭവം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ദാസനാകുവാനുള്ള പഠനം നമുക്ക് അത്യാവശ്യമാണ്.
അങ്ങനെ എന്നെ തന്നെ ദാസനായി കാണാൻ എനിക്ക് കഴിയണം. ഞങ്ങളുടെ മിഷന്റെ ഒരു ലീഡർഷിപ്പിലുള്ള ലീഡറുണ്ട്, ജെയിംസ് എന്ന് പറഞ്ഞ്. ഞാനും ജെയിംസ് ഒരുമിച്ചാണ് ആദ്യം 25 വർഷം മുമ്പ് മധ്യപ്രദേശിൽ പോകുന്നത്. ജെയിംസ് സാധാരണ പറയുന്ന ഒരു വാചകമുണ്ട്. അവന്റെ ചില കാര്യങ്ങൾ, ചില വാക്കുകളൊക്കെ വളരെ പ്രസക്തമായ വാക്കുകളാണ്. അതിനകത്ത് ഒരു വാക്ക് അവൻ പറയുന്നത്, നിങ്ങൾ ലോകത്തിൽ കാണുന്നത് നിങ്ങളെ എത്ര പേർ സേവിക്കുന്നുണ്ടോ അവരുടെ നേതാവാണ് നിങ്ങൾ. അതാണല്ലോ നമ്മൾ ലോകത്തിൽ കാണുന്ന കാര്യം. നിങ്ങളെ എത്ര പേർ സേവിക്കുന്നുണ്ടോ അവരുടെ നേതാവാണ് നിങ്ങൾ. എന്നാൽ ദൈവരാജ്യത്തിൽ നിങ്ങൾ എത്ര പേരെ സേവിക്കുന്നുണ്ടോ അവരുടെ നേതാവാണ് നിങ്ങൾ. വ്യത്യാസം മനസ്സിലായോ? നിങ്ങളെ എത്ര പേർ സേവിക്കുന്നു എന്നുള്ളതാണ് ലോകം നോക്കുന്നത്. പക്ഷേ ദൈവം നോക്കുന്നത് നിങ്ങൾ എത്ര പേരെ സേവിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ദാസ്യാനുഭവം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ആ ദാസ്യാനുഭവം അത് പൗലോസ് പറയുന്നു. യെസ്, ഇവിടെ ഞാൻ പലപ്പോഴും ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ആളുകൾക്ക് ഭയങ്കര അത്ഭുതം തോന്നാറുള്ള കാര്യമുണ്ട്. ഇതെന്താ ഇങ്ങനെയൊക്കെയാണോ വേദോസ്തി പറയുന്നത്? 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ പൗലോസ് തുടങ്ങുന്നത് തന്നെ ദൈവിക ശുശ്രൂഷയുടെ ആ മാഹാത്മ്യം പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ വി ഡു നോട്ട് ലൂസ് ഹാർട്ട്. പക്ഷേ താഴോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ പറയുന്ന അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഞങ്ങളെ തന്നെ അല്ല ക്രിസ്തുയേശുവിനെ കർത്താവ് എന്നും. യേശു ആരാണ്? കർത്തൃത്വം നടത്തുന്ന കർത്താവ്. ഞങ്ങളോ? ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അതായത് പൗലോസ് ചെല്ലുന്നവരെല്ലാം പറയാ, ഞങ്ങൾ ആരാന്നറിയാമോ? നിങ്ങളെ അടിമകളാ, ഞങ്ങൾ അടിമയാ, ഞാൻ അടിമയാ. പൗലോസ് പറയാ ഞാൻ അടിമയാ. ആരുടെ? കർത്താവിന്റെ അടിമ തന്നെയല്ല, ആരുടെയും കൂടെ അടിമയാ, നിങ്ങളുടെ. കർത്താവിന്റെ ദാസന്മാരാകാൻ എല്ലാവർക്കും വലിയ ശുഷ്കാന്തിയാ. പക്ഷേ മറ്റുള്ളവരുടെ ദാസനാകാനോ? കൊരിന്ത്യ സഭയുടെ മേൽ പൗലോസിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അധികാരങ്ങളും ഉണ്ട്. പക്ഷേ പൗലോസ് പറയുന്നു ഞാൻ നിങ്ങളുടെ അടിമയാണ്. ഇതാണ് ദാസ്യാനുഭവം. ഇതാണ് കർത്താവ് പഠിപ്പിച്ചതായ ശുശ്രൂഷ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ കൃപകളും മറ്റുള്ളവരെ സേവിക്കുവാൻ വേണ്ടിയാണ്. ഗലാത്യലേഖനം 5-ാം അധ്യായം അതിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന വാക്യം, ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ, സഹോദരന്മാരെ നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്തിൽ അന്യോന്യം സേവിപ്പി. അതായത് ഈ പൗലോസ് പറയാണ്, കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. അതെല്ലാരും പറയും അല്ലേ? അതുകൊണ്ടാണ് ഹൈപ്പർ ഗ്രേസുകാരൻ പറയുന്നത് വി ആർ കോൾഡ് ടു ബി ഫ്രീ. നമ്മൾ ഫ്രീഡം ഉണ്ട് നമുക്ക്. നമ്മളെ കർത്താവ് ദൈവം വിളിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിലേക്കാണ്. അതുകൊണ്ട് പാപം ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ അത് അവരുടെ വാക്ക്, ജോസഫ് പ്രിൻസിന്റെ വാചകങ്ങൾ, വെൻ യു ആർ ഫോളിങ് ഇൻ ടു സിൻ യു ആർ നോട്ട് ഫോളിങ് ഫ്രം ഗ്രേസ്, യു ആർ ഫോളിങ് ഇൻ ടു ഗ്രേസ്. നിങ്ങൾ പാപത്തിൽ വീഴുമ്പോൾ നിങ്ങൾ കൃപയിൽ നിന്ന് വീഴുകയല്ല, കൃപയിലേക്ക് വീഴുകയാണ്, മെത്തപ്പുറത്തോട്ട് വീഴുന്ന പോലെ. ഞാനിതൊക്കെ എടുത്തു പറയുന്നതിന്റെ കാര്യം, ഇവരെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ കള്ള നാണയങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഹൈപ്പർ ഗ്രേസ് എന്ന് പറയുന്ന ആളുകൾ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് വേദവിപരീതമായ ഉപദേശങ്ങളാണ്. ആ ഉപദേശങ്ങൾ ഇപ്പോൾ വിശ്വാസ സമൂഹത്തിലേക്ക് പോലും ഒത്തിരി കടന്നു കയറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പക്ഷേ ഇവിടെ പൗലോസ് പറയുന്നു, സഹോദരന്മാരെ, സ്വാതന്ത്ര്യത്തിനായിട്ട് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഈ സ്വാതന്ത്ര്യം എന്തിനു വേണ്ടിയുള്ളതാണ്? ജഡത്തിന് അവസരമുണ്ടാക്കാനല്ല, പാപം ചെയ്താൽ കുഴപ്പമില്ലെന്ന് പറയാനല്ല, കൽപ്പന അനുസരിക്കാതിരിക്കാനല്ല. എന്തിനാണ് സ്വാതന്ത്ര്യം? സ്നേഹത്തിൽ അന്യോന്യം സേവിക്കുവാനാണ് സ്വാതന്ത്ര്യം. അതിന് ഭയങ്കര സ്വാതന്ത്ര്യം വേണം. സേവിക്കാൻ സ്വാതന്ത്ര്യം വേണമെന്ന് ചോദിക്കും. സേവിക്കാനാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം വേണ്ടത്. കാര്യം സ്വാഭാവികമായി ഞാൻ അഹങ്കാരിയും എന്റെ ഈഗോ ഒന്നും സാധാരണ രീതിയിൽ മറ്റൊരാളെ സേവിക്കാനായിട്ട് എന്നെ സമ്മതിക്കത്തില്ല. എന്നേക്കാൾ കുറഞ്ഞ ഒരാളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവൻ എന്റെ തലയിൽ കയറാൻ വരികയാണെങ്കിൽ, പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഭാഷ പറയുന്നത്, നമ്മൾ ഇച്ചിരി ഒന്ന് അയഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് അവനെന്ത് ചെയ്യും? തലയിൽ കയറാൻ വരുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ്. അങ്ങനെ തലയിൽ കയറാൻ വരുന്നവനെ സേവിക്കാൻ പറ്റുമോ നമുക്ക്? അങ്ങനെ തലയിൽ കയറാൻ വരുന്നവനെ സേവിക്കണമെങ്കിൽ എന്തോ വേണം? സ്വാതന്ത്ര്യം വേണം. ആ സ്വാതന്ത്ര്യമാണ് യേശു കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. എന്നെ കളിപ്പിക്കുന്നവരെ സേവിക്കുവാൻ, എന്റെ പണം മോഷ്ടിക്കുന്നവനെ സ്നേഹിക്കുവാൻ, അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം, അതിന് ഭയങ്കര സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ആ സ്വാതന്ത്ര്യമാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. എനിക്ക് സ്വാതന്ത്ര്യം വേണം. എന്തിൽ നിന്നാണ് സ്വാതന്ത്ര്യം? എന്റെ ഈഗോയിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം വേണം. എന്റെ സ്വയത്തിൽ നിന്ന്, എന്റെ സെൽഫിൽ നിന്ന്, എന്റെ ജഡത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം വേണം.
അത് കിട്ടിയെങ്കിലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സേവിക്കുവാൻ കഴിയുകയുള്ളൂ. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏക വാക്യത്തിൽ ന്യായപ്രമാണം മുഴുവൻ അടങ്ങിയിരിക്കുന്നു. ശരിയാണ്, കൂട്ടുകാരനെ സ്നേഹിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളതൊന്നും ചെയ്യത്തില്ല. കൂട്ടുകാരനെ സ്നേഹിക്കുന്നുവെങ്കിൽ കൂട്ടുകാരനുള്ളത് ഒന്നിനെയും നമ്മൾ മോഹിക്കത്തില്ല. കൂട്ടുകാരനെ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മൾ കൂട്ടുകാരനോട് അസൂയപ്പെടത്തില്ല. കൂട്ടുകാരനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവന്റെ വസ്തുക്കൾ നമ്മൾ മോഷ്ടിക്കുകയില്ല. കൂട്ടുകാരനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവന്റെ ഭാര്യയുമായി നമ്മൾ വ്യഭിചാരം ചെയ്യുകയില്ല. കൂട്ടുകാരനെ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മൾ കള്ളസാക്ഷ്യം പറയുകയില്ല. നിയമങ്ങൾ ഇല്ലാതാവുകയല്ല, പക്ഷെ സ്നേഹിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ നിയമങ്ങളെല്ലാം ആയാസരഹിതമായി തീരും. ഇപ്പൊ നമുക്കിത് അനുസരിക്കാൻ അത്രയും വലിയ പ്രയാസമില്ല. കാര്യം നമ്മൾ സ്വയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. സ്വയത്തിൽ നിന്ന്. അതുകൊണ്ടാണ് തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എന്റെ ശിഷ്യനാകുവാൻ കഴിയുകയില്ല. യേശുവിനെ പിൻപറ്റുമ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് എന്റെ സ്വയത്തെ ക്രൂശിക്കുകയാണ്. ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഗലാത്യലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ ഐ ആം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഞാനില്ല, നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. ആ സ്വയത്തിന്റെ ക്രൂശീകരണമാണ് എനിക്ക് സ്വാതന്ത്ര്യം തരുന്നത്. ഇല്ലെങ്കിൽ നമ്മളെല്ലാം സ്വയത്തിന്റെ അടിമകളാണ്. ഞാൻ പറയട്ടെ, നമ്മളെ ഏത് പാപവും എടുത്തു നോക്ക്, എന്തുകൊണ്ടാണ് നമ്മൾ ആ പാപത്തിൽ വീഴുന്നത്? നമ്മൾ സ്വയത്തിന്റെ അടിമകളായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം എന്നുള്ള ഏക വാക്യത്തിൽ ന്യായപ്രമാണം മുഴുവൻ അടങ്ങിയിരിക്കുന്നു. നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകളയുകയും ചെയ്താലോ ഒരുവൻ ഒരുവനാൽ ഒടുങ്ങിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ ഇഷ്ടം ജഡത്തിന്റെ മോഹം നിർവഹിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. അപ്പൊ ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ എന്നുള്ളത് കൽപ്പനയാണ്. നമുക്കൊന്നും ചെയ്യാനില്ല, നമുക്കൊരു പകരക്കാരനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല. ഇവിടെ പകരക്കാരനല്ല, നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന ഉത്തരവാദിത്വമുണ്ട്. അല്ലാത്ത ഉപദേശങ്ങളൊക്കെ എന്താണെന്നറിയാമോ? നമ്മുടെ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് പഠിപ്പിക്കത്തില്ല. നമ്മുടെ പ്രിവിലേജസിനെ കുറിച്ച് പഠിപ്പിക്കും, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് പഠിപ്പിക്കത്തില്ല. അത് ഒത്തിരി അപകടമാണ്. എനിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്താണ് എന്റെ റെസ്പോൺസിബിലിറ്റി? ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. യെസ്, ജഡാഭിലാഷത്തിനനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മാവിനെ അനുസരിക്കാൻ കഴിയില്ല. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരുവന് ജഡാഭിലാഷത്തെ നിർവഹിക്കാനായിട്ട് ആവശ്യമില്ല. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല, ജഡത്തിന്റെ പ്രവർത്തികളോ. ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ അവിടുത്തെ അർത്ഥം ഇതാണ്: ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ നിങ്ങൾ ന്യായപ്രമാണത്താൽ ന്യായപ്രമാണമുണ്ട്, പക്ഷേ അത് ചെയ്യാൻ കഴിയാതെ വണ്ണം നിങ്ങൾ ബന്ധിതരല്ല. കാര്യം, ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ഈ ന്യായപ്രമാണം അനുസരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ട്, അനുസരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമല്ല. ഈ വാക്യങ്ങളൊക്കെ വളരെ തെറ്റിദ്ധാരണാജനകമായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നത്. നമുക്ക് ന്യായപ്രമാണം ഇല്ല ബ്രദറെ. കാര്യം, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവര് അല്ല. ഇത് നടന്നു കഴിഞ്ഞിട്ടാണ് മറ്റേ കാര്യം പറയുന്നത്. ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല എന്നുള്ളത് നമ്മളങ്ങ് പറയും. പക്ഷെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവനേ ഉള്ളൂ ന്യായപ്രമാണത്തിന്റെ കീഴിൽ അല്ലാതിരിക്കുന്നത്. കാരണം ന്യായപ്രമാണത്തിനും അപ്പുറത്തുള്ള അനുസരണമാണ് ആത്മാവിലുള്ള അനുസരണം എന്ന് പറയുന്നത്.